ഇന്ന് ഞങ്ങൾ വന്നു നിൽക്കുന്നത് മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്തിലാണ്. വിശുദ്ധ തോമാസ് ലീഹായുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ മണ്ണ് ഇന്നൊരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. AD 52 വിശുദ്ധ തോമാസ് ലീഹ കേരളത്തിലെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങിയത്. കുന്നിൻ മുകളിൽ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് വിശുദ്ധ തോമാസ് ലീഹ തന്റെ കാൽപാദങ്ങൾ ഒരു പാറമേൽ പതിപ്പിച്ചു. അത് ഇന്നും വിശുദ്ധമായി തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഒരു സമയം പ്രാർത്ഥനയുടെ സമയത്ത് തോമാസ് ലീഹ പാറമേൽ സ്പർശിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം വാർന്നൊഴുകി എന്നും അറിയപ്പെടുന്നുണ്ട്. 1501 പോർച്ചുഗീസുകാരാണ് ഈ പള്ളി കണ്ടെത്തിയത്. ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട തിരുനാൾ. അന്ന് നമ്മൾ എല്ലാവരും ആ ഞായറാഴ്ചയെ പറയുന്നത് പുതുഞായറെന്നാണ്. പ്രാർത്ഥനയോടുകൂടി ഈ മല കയറുന്നത് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. ഈശോയുടെ ആ കഷ്ടാനുഭവത്തിന്റെ 14 സ്ഥലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലയുടെ അടിവാരത്തു നിന്ന് തുടങ്ങി അങ്ങ് മല മുകളിൽ വരെ കുരിശുമുടി വരെ 14 കുരിശുകളുണ്ട്. ഓരോ കുരിശിന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ വണങ്ങി നമ്മൾ ഈ മല കയറിയാൽ അതേറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലിയിലുള്ള എന്തെങ്കിലും കഷ്ടപ്പാടോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടോ നമുക്ക് ഈ മലകയറ്റം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. ഓരോ കുഞ്ഞുങ്ങളും എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ മല കയറി പോകുന്നത്. അതുപോലെ തന്നെ ഈ മലയുടെ നമ്മൾ ഈ കയറിപ്പോകുന്ന 2 ഭാഗങ്ങളും വളരെ മനോഹരമാണ്. ഇത് ഒരു വനപ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വന്യജീവികളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ കയറിപ്പോയപ്പോൾ 2 സൈഡിലും ഒരുപാട് കുരങ്ങന്മാരെ കണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ മലയാറ്റൂർ മല കയറുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഞാനും എന്റെ വൈഫിന്റെ ഫാദറും മാത്രമേ ഈ മല കയറുന്നുള്ളൂ. ബാക്കി കുഞ്ഞുങ്ങളും ശരണ്യയും പിള്ളേരും ശരണ്യയുടെ അമ്മയും എല്ലാം അവിടെ അടിവാരത്ത് ഇരിക്കുവാണ്. ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് വന്നതാണ്. അപ്പോ അവരെല്ലാം താഴെ ഇരിക്കുവാണ്. അവരൊന്നും ആഹാരം കഴിച്ചിട്ടില്ല. അപ്പോ ഞങ്ങള് ഈ മല കയറി ഇറങ്ങിയിട്ട് വേണം ആഹാരമൊക്കെ കഴിക്കാൻ പോകാൻ. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായർ, അതാണ് പുതുഞായർ. അതാണ് ഇവിടത്തെ പ്രധാനമായിട്ടുള്ള തിരുനാൾ. പക്ഷെ ഞങ്ങൾ വന്നത് പുതുഞായർ കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ചയാണ്. അതായത് ഈസ്റ്റർ കഴിഞ്ഞിട്ട് 2ാമത്തെ ഞായറാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാ. കാര്യം നമുക്കിതുവഴി കയറിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം വലിയ കുരിശുകളും ചുമന്നുകൊണ്ട് അവര് ഒരുപാട് ത്യാഗം ചെയ്താണ് പലരും ഈ മല കയറിപ്പോകുന്നത്. പലരും വലിയ കുരിശുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കയറിപ്പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ വളരെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം കുറച്ചു പേരൊക്കെ വരുന്നുള്ളൂ. പക്ഷെ രാവിലെ ആയതുകൊണ്ടായിരിക്കണം കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരിക്കാം. ഈ ഒരുപാട് ആൾക്കാരൊക്കെ ഈ കുരിശൊക്കെ ചുമന്നുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ ഓരോ മരത്തിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ വലിയ കുരിശുകളാണ് കേട്ടോ. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവരെല്ലാം ഈ വളരെ ത്യാഗമെടുത്ത് ഈ കുരിശും ചുമന്ന് ഈ മലയുടെ കുരിശുമുടിയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് ദൈവമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ കുരിശുമുടിയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നേരെ മുന്നിൽ കാണുന്നതാണ് തോമാസ് ലീഹായുടെ തിരുസ്വരൂപവും ഉള്ള കുരിശടി. അവിടെ നിന്ന് ഞാൻ ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ മുന്നോട്ട് പോയി. ഇതാണ് ഇവിടത്തെ പഴയ പള്ളി. ഈ പള്ളിയെ ആനകുത്തിയ പള്ളി എന്നും പറയപ്പെടുന്നുണ്ട്. ഈ പള്ളിയിൽ നിന്നും ഇതിന്റെ മുകളിൽ നിന്നും ഇതിന്റെ ചുറ്റുപാടുകളെല്ലാം കാണാൻ വളരെ മനോഹരമാണ്. ദൂരെ മഞ്ഞ് കയറിയ മലകളും ആ അടിവാരവും ഒക്കെ കാണാൻ എന്ത് മനോഹരമാണ്. ഈ ആനകുത്തിയ പള്ളിയുടെ ആ മുൻവശമാണ് നേരത്തെ കണ്ടത്. ഇതിന്റെ പുറകുവശത്താണ് ആനകുത്തിയ ആ പാടുകളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അത് ഇപ്പോഴും വളരെ മനോഹരമായിട്ട് തന്നെ ഗ്ലാസ് ഒക്കെ ഇട്ട് അവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് കാണുവാനും അതെല്ലാം കണ്ട് അവര് പഠിക്കുവാനും അതെല്ലാം ഈ ബോർഡിൽ എല്ലാം എഴുതി ഡീറ്റെയിൽസ് ആയിട്ട് വെച്ചിട്ടുണ്ട്.
ഈ മലമുകളിൽ ഒരു നീരുറവയുണ്ട്. അത് ഇന്നും വളരെ സൂക്ഷ്മതയോടെ തന്നെ സൂക്ഷിച്ചു പോരുന്നു. എല്ലാവരും അത് ഒരു വിശുദ്ധ ജലമായിട്ടാണ് കരുതപ്പെടുന്നത്. അത് എല്ലാവരും, ഇവിടെ വരുന്ന മിക്കവരും തന്നെ അത് ആ നീരുറവയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കുപ്പിയിലോ വേറെന്തെങ്കിലും ബോട്ടിലോ ഒക്കെ ആക്കി കൊണ്ടുപോയി വീടുകളിൽ കൊണ്ടുപോകാറുണ്ട്. ആ നീരുറവയിലോട്ട് പോകുന്ന സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ആ താഴെ കാണുന്നതാണ് നീരുറവ. അതിൽ നിന്ന് നമുക്ക് തൊട്ടിയിട്ട് വെള്ളം കോരി കുപ്പികളിലൊക്കെ ആക്കിക്കൊണ്ട് വീടുകളിലേക്ക് കൊണ്ടുപോകാം. ഈ മലമുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് തണുപ്പ് കൂടിയുണ്ട്. ഈ മലയുടെ ടോപ്പ് മുകളിലത്തെ ഭാഗമായതായിരിക്കും ഇവിടെ കുറച്ച് തണുപ്പുണ്ട്. ഒരുപാട് ചൂടോ കാര്യങ്ങളോ, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ. സമയം ഏകദേശം ഇപ്പോൾ 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി മലയുടെ താഴ്വാരത്തിലേക്ക് ചെല്ലണം. കാര്യം ഞങ്ങൾ ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അവർക്കെല്ലാം ആഹാരം കഴിച്ചു കൊടുക്കും. കാര്യം പിള്ളേർ ഉറങ്ങുമായിരിക്കും. കാര്യം അവരെണീക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് താഴെ അടിവാരത്ത് ചെല്ലുന്നു. പക്ഷേ അടിവാരത്തിലേക്ക് ഇങ്ങോട്ട് കയറിപ്പോകുന്നത് പോലെ അത്ര എളുപ്പമല്ല അടിവാരത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ. കാരണം ഇറങ്ങിപ്പോകുന്നതാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. എങ്കിലും പതുക്കെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങി താഴെ ചെല്ലണം. ഇതാണ് ഇപ്പോഴത്തെ പള്ളി. ഇവിടെ എന്നും ദിവ്യബലികൾ അർപ്പിക്കാറുണ്ട്. രാവിലെയും വൈകിട്ടും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതാണ് പൊന്നിൻ കുരിശായിട്ട് അറിയപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടെ വന്ന് എല്ലാവരും കൈകൂപ്പി നിന്ന് ആ കുരിശിനെ വണങ്ങി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വഴി നേരെ തിരിച്ചിറങ്ങി പോകുമ്പോഴാണ് തോമാസ് ലീഹ ആ പാറമേൽ തന്റെ കാൽപാദങ്ങൾ പതിപ്പിച്ച ആ സ്ഥലം. അത് വളരെ വിശുദ്ധിയോടും നല്ല വൃത്തിയോടും കൂടി തന്നെ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. ഈ പാറമേലൊക്കെ വന്നിരുന്നാണ് തോമാസ് ലീഹ തന്റെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നത്. ഒരുപാട് തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലമാണ് ഈ തീർത്ഥാടന കേന്ദ്രം. വിശുദ്ധ തോമാസ് ലീഹായ അനുഗ്രഹം ഈ പ്രദേശം. ഇവിടെ വന്ന് ആത്മാർത്ഥതയോടുകൂടി ഈ മല കയറി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് തിരിച്ചു നിന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. അത് തീർച്ചയാണ്. എന്ത് മനോഹരമാണ് ഈ പ്രദേശം മുഴുവൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് എനർജി കാരണം നമുക്ക് ഈ മല ഇറങ്ങി തിരിച്ച് പോകാനേ കഴിയത്തില്ല. ഈ കാണുന്നതാണ് തോമാസ് ലീഹായുടെ പാദമുദ്ര പതിപ്പിച്ച ആ പാദം. അത് ഇപ്പോഴും വളരെ വ്യക്തതയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ആ ഗ്ലാസിനുള്ളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് തോമാസ് ലീഹായുടെ പാദമുദ്ര പതിച്ച ആ സ്ഥലം. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ.